അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇഡ്ലി കുക്കറിലെ തട്ടുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ലി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇഡ്ലി തട്ടിലൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പും അപ്പസോഡ ഒന്നും ചേർക്കാതെയാണ് അരച്ചു വെച്ചിട്ടുള്ളത്. നമ്മളെ കമന്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചോറ് ചേർക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അതിന്റെ മീൻസ് ഈ അപ്പസോഡയുടെ ആവശ്യമില്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ അതെനിക്ക് മനസ്സിലായി. കാരണം മാവ് ഏകദേശമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് നടീന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് കുത്തിക്കിളിമ്പോ ആ ഒരു പതപതപ്പൊക്കെ പോയിട്ട് ഇഡ്ലി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിൽ കുടുകുടാന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഡ്ലി തട്ടിൽ ദോശമാവ് ഇങ്ങനെ ഒഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. കുറെ തട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഒഴിച്ചിങ്ങനെ പോകുമായിരുന്നു എന്ന് തോന്നും കേട്ടോ. ചെറിയ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ കുട്ടികളുടെ പോലെ ആയിരിക്കില്ലേ, കളിക്കാനൊക്കെ തോന്നും ചിലപ്പം. പക്ഷെ നമുക്ക് രാവിലെ കളിച്ചിട്ടുള്ള സമയമില്ല. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇതേ ഒഴിച്ച് ഇഡ്ഡലിയുടെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. 4 തട്ടാണ് ഇതിൽ വരുന്നത്. ഒരെണ്ണത്തിൽ 4 ഇഡ്ഡലി അങ്ങനെയാണ്. അങ്ങനെ ഞാനൊരു 3 ട്രിപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മി അനിയനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ വേണം. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ചട്നി എടുക്കാനുള്ള തേങ്ങ ചിരവാനുള്ള മടി കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈറ്റ് വന്നിട്ട് കട്ട് ചെയ്യാൻ സഹായിച്ചു. എനിക്കൊന്നും മദ്രസ ഒന്നുമില്ല, ഇന്ന് ഫ്രൈഡേ ആണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതൊക്കെ മിക്സിയിലിട്ട് അരക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുക്കർ കൂന്നടിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മളിത് ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നേരെ കിട്ടിയത്. അപ്പൊ ഇഡ്ഡലിയൊക്കെ അടച്ചു വെച്ചു. ഇനി നമ്മൾ ചട്നി അരക്കാനുള്ള പരിപാടിയാണ്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത തേങ്ങയല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ സിമ്പിൾ ചട്നിയാണ്. നമ്മളെപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ് ചട്നി ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ പല ടൈപ്പ് ചട്നികളും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇവിടെ പൊതുവെ ഇങ്ങനത്തെ ചട്നി ഉണ്ടാക്കാറ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വല്ലാതെ തിളപ്പിക്കൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഓരോ ബബിൾസ് വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ചട്നി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് എണ്ണ ഒഴിക്കാതെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളവും ചേർത്ത് അരക്കാൻ കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്നിട്ട് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ചമ്മന്തിയും കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാ ഗർഭിണി അല്ല ഗർഭണ അപ്പൊ കളി കഴിഞ്ഞ് നന്നെ വന്ന് കേട്ടോ. ഏയ് തല്ലല്ലേ, അവന്റെ കുട്ടി മരിക്കുവേ. അസമോൾക്ക് പോലെ നിങ്ങളെല്ലാരും തച്ച് കൊല്ല ചെക്കനെ. തെങ്കയാണ് അത് സുണ്ടിയല്ല. തേങ്ങ അസമോള് പറയുന്നത് ഇവർക്കൊക്കെ സ്കൂള് കിട്ടുന്നു. അതിനിവിടുന്ന് പോണ ഇഷ്ടല്ല. അതെ സയ അതിന് നിലത്തിടരുതിട്ടു. ഇസുവിന് വാഷ് ബേസിലേക്ക് എത്താത്തോണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ എന്റെ സകല കലാപരിപാടികളും. നല്ല രസം ഇരിക്കണാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അർഷാക്കോടെ ലാസ്റ്റ് എണീറ്റത്. അപ്പൊ അർഷാക്ക് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ പാർട്സ് ഒക്കെ കൂട്ടിയിട്ട് ഇഡ്ഡലി ചട്നി ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ഉമ്മതെവിടെ പുകയുന്ന അടുപ്പുമായിട്ട് മല്ലിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടുപ്പ് നന്നായിട്ട് പുകയുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഓരോരോ ആക്ടിവിറ്റീസിലാണ്. ഒരാൾക്ക് ബ്രഷ്, ഒരാൾക്ക് വെള്ളം, ഫുള്ള് സിറ്റോട്ട് ഫുള്ള് വെള്ളം, പുറത്ത് ഫുള്ള് മഴയാണ്. അർഷാക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിട്ടോ. പല റെയിൻകോട്ടൊക്കെ ഇടാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നമ്മളെ ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ചോറ് എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറിക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഉണക്കമീൻ തേങ്ങ അരച്ച് വെക്കാന്നുള്ള പരിപാടിയാണ്. അതിന്റെ ഇടയിൽ കുഞ്ഞിക്കൈ വന്ന് കുറച്ച് തേങ്ങ വാങ്ങിട്ട് പോയി. അപ്പൊ ചെറിയ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീൻ കറി പല ടൈപ്പിൽ വെക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് വെക്കുന്നത്. നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉപ്പൊക്കെ കുറച്ച് കളഞ്ഞിട്ട് കുറച്ചേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമീനാണ്. അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണക്കമീൻ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റത്തെ കണ്ണികളാണ് ഇവർ. അപ്പൊ ആ കണ്ണികളെ വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ അരച്ച തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് പുളി ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, തക്കാളി എല്ലാം ചേർക്കുക. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നല്ല കുറുക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്തു. ഇന്ന് ഞാൻ ചെറിയ കുടുക്കയാണ് വെച്ചിട്ടുള്ളത്.
ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ ഉമ്മയും അനിയനൊക്കെ പോയിട്ട് അപ്പൊ നൈറ്റിലേക്ക് അവർക്ക് ഫുഡ് വേണ്ട. അപ്പൊ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി. അതിന് ചോറ് വെന്തു അത് കഴിഞ്ഞിട്ട് കറി വെച്ച് തിളപ്പിച്ച് വേവിച്ച് കുറുക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനടുത്ത് നമ്മള് കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് കഴുകിയെടുക്കണം. മസാല ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ഒരു ചെറിയൊരു വെയിലൊക്കെ വന്നു. മഴ നമുക്ക് കുറച്ച് ഓഫറൊക്കെ തരുന്നുണ്ട് കേട്ടോ. ചില നേരത്തെ വെയിലൊക്കെ തരും. അപ്പൊ ആ ഓഫർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമുക്ക് ഉണക്കാനുള്ള തുണികളൊക്കെ ഉണക്കാം. അങ്ങനെ ഉമ്മതേ നിരത്തി തുണികൾ തോരട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഷെഡ് ആയിട്ടിട്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ട്രൗസറൊക്കെ ഉണങ്ങിയിട്ടില്ല ഗേസ്. അപ്പം എന്താ പറയാ, ഞങ്ങള് അർഷാക്കുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു. ഉമ്മയും അനിയനും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് പള്ളിക്കൊക്കെ പോകണ്ടേ, അപ്പൊ കുറച്ച് നേരത്തെ പോകണം എന്ന് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോലെ ഇറങ്ങി. പിന്നെ ഷാക്കിർ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടില്. അവരുടെ ബാസത്തിന്റെ ഉപ്പാടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പിരിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഓനക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ടാണ് ഉമ്മ പോണത്. ഉമ്മ പോകുമ്പോ ഇതിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്കും വിഷമമുണ്ട്. പിന്നെ അവിടെ ആളില്ലെങ്കിലും പ്രശ്നമല്ലേ. അങ്ങനെ ഉമ്മയൊക്കെ പോയി. അർഷാക്ക് പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അർഷാക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം സിറ്റോട്ടിലിരുന്ന് ഒന്ന് രണ്ടും പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ടാണ് അർഷാക്ക് പോയത്. സാധാരണ പോകുന്ന സമയത്തിനെക്കാട്ടിലും എക്സ്ട്രാ ടൈം എടുത്തു കേട്ടോ. അങ്ങനെ ഇത് മഴവെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മഴ കൊള്ളാനൊക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ ടൈമിൽ മഴ ഒന്നും കൊണ്ടാൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ വെറുതെ എന്റെ വിരലുകൾ ഒന്ന് നനച്ചു. വെറുതെ നമ്മുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കട്ടണ്ടേ. അങ്ങനെ ഞാൻ ഇതും കൊണ്ട് മഴവെള്ളത്തിൽ കളിച്ചിട്ടോ കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് ഇതേ അർഷാക്ക് പോവാൻ നിൽക്കുകയാണ്. എന്താ പറയാ, മഴയൊക്കെ ഇടക്കൊന്ന് തോരുമല്ലോ. ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മളെ വരവും പോക്കും ഒക്കെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ മഴകളൊക്കെ. കുറച്ചു നേരം നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പെയ്യുക. അങ്ങനെ ഹെൽമെറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അവനക്ക് തലയിലിട്ടിട്ട് കണ്ണ് കാണാനില്ല. എന്നാലും ഓനെ 8:10 എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയിട്ടൊക്കെ കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ ഓടി വന്നു. സയാന്റെ കുപ്പായവും ഓന്റെ ഞാൻ അടിച്ചു കൊടുത്ത പാന്റും കേട്ടോ ഓന് ഇട്ടിട്ടുള്ളത്. ഷെഡി വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ പാന്റൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. താഴത്തെ കുടിക്ക് പോകുമ്പോൾ ഷെഡി ഇട്ട് കഴിഞ്ഞാൽ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആള് മാറ്റിയത്. അങ്ങനെ ഓന് കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ സയാൻ വരാൻ സമയമായിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട്. അപ്പൊ ഓനക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ചപ്പാത്തി മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് കുഴച്ച് വെച്ചത്. അന്നൊരു 3 ബോൾസ് എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. ചപ്പാത്തിയിൽ ഇങ്ങനെ കോഴിമുട്ട പൊരിച്ച് റോൾ ചെയ്ത് വെക്കാന്നായിരുന്നു. അപ്പൊ നമ്മൾ ചപ്പാത്തി ചൂടാനുള്ള പരിപാടിയാണ്. 3 ചപ്പാത്തി ആട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ചപ്പാത്തി ചുട്ടെടുത്തത്. അപ്പൊ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, കഴിക്കാനും ഈസി ആയിരിക്കും. മറ്റേത് ഹാർഡായിട്ടുണ്ടാവില്ല. അപ്പൊ അത് കറിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ നെയ്യൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് 2 സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട ഒന്ന് വെറുതെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സാധാ കോഴിമുട്ട പൊരിക്കണ പോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള മുട്ടയാണ് ഇഷ്ടം. അങ്ങനെ മുട്ട പൊരിച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തിയിൽ പൊരിച്ച മുട്ടയല്ല പൊരിച്ച മുട്ട വെച്ച് ഒന്ന് കുറച്ച് പച്ചയുള്ളിയൊക്കെ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടോ. സിമ്പിൾ റോളാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കന് ഇഷ്ടമായി. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. എനിക്ക് പല്ലുവേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടിക്കുമ്പോൾ പല്ല് വേദനിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പല്ലുവേദനയുടെ ഇടുങ്ങാറാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓന്റെ ചവടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് താത്ത പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന്ന് കുറച്ച് കൊടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് താഴത്തുനിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കുള്ളതാണ് കേട്ടോ കൊടു തന്നെ. അപ്പൊ ഞാനിതിങ്ങനെ സ്വസ്ഥമായിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടുന്നാണ് മക്കൾ മാറി വന്നതെന്ന് എനിക്കറിയില്ല. ഇസും വന്ന് സയാനും വന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും കൂടെ അതൊന്ന് കോരിക്കൊടുത്തു. ഓൾക്ക് എന്തൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തി കൊടുത്താലും ഞാൻ കഴിക്കുമ്പോഴത്തേക്കിനും വേണ്ടി വരും. അത് എല്ലാ അമ്മമാരുടെ അവസ്ഥയാവില്ലേ. അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഇവര് കാണാതെ മുട്ടായൊക്കെ എടുത്തിട്ട് ഒളിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലാതെ ഇവരെ ഇടയിലൊന്നും തിന്നാൻ കിട്ടൂല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം, കമന്റ്സ് ഒക്കെ ഇടാം. പിന്നെ എന്താ പറയാ, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്കിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതിൽ എല്ലാവർക്കും ടാറ്റാ.